മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ പാടിയിൽ ഉള്ളവർക്ക് പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. സർക്കാർ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുറെ പേർ ടൗൺഷിപ്പിന്റെ ഭാഗമാകുന്നില്ല. റാട്ടപ്പാടി, അട്ടമല, പടവെട്ടിക്കുന്ന് പ്രദേശവാസികളെ പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ചെയർമാൻ ആലിക്കൽ നസീർ ആവശ്യപ്പെട്ടു. ഈ ഭൂമി ശരിക്ക് നമുക്ക് ഭൂമി ബാക്കിയായി കിട്ടുന്നു. സർക്കാരിനും കുറേ വീട് കൊടുക്കാനുള്ള ആൾക്കാർ സന്നദ്ധ സംഘടനകൾ നിലവിലുണ്ടല്ലോ. ഈ സന്നദ്ധ സംഘടനകളെ ഉപയോഗിച്ച് ഭൂമിയും ബാക്കിയുണ്ട്. സർക്കാരിന് നമ്മുടെ എസ്റ്റേറ്റ് ലൈനിലൊക്കെ താമസിക്കുന്ന അട്ടമലയിലോ റാട്ടപ്പാടിയിലൊക്കെ താമസിക്കുന്ന ആളുകളെ ഒരു പാക്കേജ് കൊടുത്തിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി നമ്മോട് തന്നെ പറഞ്ഞാണ്, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കളക്ട്രേറ്റിൽ വെച്ച് പറഞ്ഞാണ് മറ്റേ ഇവരുടെ കാര്യത്തിൽ ഒരു പാക്കേജ് പരിഗണനയിലുണ്ടെന്ന്. അപ്പോൾ ഈ പാടിക്കാരുടെ കാര്യത്തിൽ ഈ പാടിക്കാർക്ക് ഒരു പാക്കേജ് കൊടുത്ത് പാവങ്ങൾ ജീവിതത്തിൽ ഇനി ഒരു കാരണവശാലും അട്ടമലയിലേക്കോ റാട്ടപ്പാടിയിലേക്കോ അല്ലെ മുണ്ടക്കയിൽ തന്നെ കുറേ പാടികൾ ബാക്കിയായതുകൊണ്ട് ഇവരൊക്കെ ഒന്ന് പുനരധിവസിപ്പിക്കാനുള്ളൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇത്രയും ഭൂമി ബാക്കിയാകുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, നാളെ ശിലാസ്ഥാപനം നടക്കാനിരിക്കുകയാണ് ടൗൺഷിപ്പിന്റെ. ഇപ്പോൾ എന്താണ് ആക്ഷൻ കമ്മിറ്റി ഉയർത്തുന്ന ആവശ്യം? സുർജിത്ത്. ഉന്മേഷ, ഇതിൽ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതികരണമാണ് വന്നിട്ടുള്ളത്. അതിൽ അവർ പറയുന്ന കാര്യം ഈ അപേക്ഷ സമർപ്പിച്ചവരിൽ ആളുകളുടെ എണ്ണം കുറെ പേർ പണം വാങ്ങി ഈ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമാകാതെ പണം വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്. നിലവിൽ ആദ്യ പട്ടികയിൽ 242 ഗുണഭോക്താക്കളും സമ്മതപത്രം നൽകിയപ്പോൾ ഇതിൽ ടൗൺഷിപ്പിനായി 175 പേരും 15 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായത്തിന് 67 പേരും സമ്മതപത്രം നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് സ്വാഭാവികമായും ഇങ്ങനെ നോക്കുമ്പോൾ കുറെ പേർ ഈ ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ ഈ സർക്കാരിന് ഇത്ര അധികം വീടുകൾ നിർമ്മിക്കേണ്ട സാഹചര്യം വരില്ല. വീടുകളുടെ എണ്ണവും ഒപ്പം തന്നെ സ്ഥലവും ബാക്കിയാകും. അങ്ങനെ വരുമ്പോൾ അതിൽ പടവെട്ടിക്കുന്നുകാരും റാട്ടപ്പാടിക്കാരും അട്ടമലയിലെ പാടിക്കാരും ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണും എന്നുള്ളതാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. സന്നദ്ധ സംഘടനകൾ ഈ ടൗൺഷിപ്പിന് പുറമെ വീടുകൾ നിർമ്മിച്ചു നൽകാൻ മുസ്ലിം ലീഗും കോൺഗ്രസും അടക്കം ഈ ടൗൺഷിപ്പിന് പുറമെയാണ് വീടുകൾ നിർമ്മിക്കുന്നത്. മാത്രമല്ല മറ്റ് പല സന്നദ്ധ സംഘടനകളെയും വീടുകളുടെ എണ്ണം കൂട്ടുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ച് അത്രയധികം വീടുകൾ ഇവിടെ നിർമ്മിക്കേണ്ടി വരില്ല ടൗൺഷിപ്പിന്റെ ഭാഗമായി. അതുകൊണ്ട് തന്നെ സ്ഥലം ബാക്കിയാകും എന്നുള്ളതാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ. ഇതാണ് ജനശബ്ദ ആക്ഷൻ കമ്മിറ്റി ഇവരെ കൂടി പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഉന്മേഷ്. സുജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ചേർന്നത്.